സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേയുടെ എനർജി എന്താണെന്ന്. മാർച്ച് 2 സൺഡേയുടെ എനർജി എന്താണ്? പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ലവേഴ്സിൻ്റെ എനർജിയാണ്. ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പരസ്പരം മനസ്സിലാക്കാനായിട്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനായിട്ട്, അല്ലെങ്കിൽ ഹീലിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങളുടെ പാർട്ട്ണറെ കാണുന്ന രീതി, അവിടെ എന്തെങ്കിലുമൊക്കെ ഷിഫ്റ്റ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്, കുറച്ചൊരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് പാഷനാണ്. നിങ്ങൾക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകാം. എഗെയിൻ ഇവിടെ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് ഉണ്ടാകുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട് എന്തെങ്കിലും ഹീൽ ചെയ്യാനായിട്ട്. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ് ആയിരിക്കാം. 8 ഓഫ് സോഡ്സിൻ്റെ എനർജി കുറച്ചൊന്ന് മൈൻഡ്ഫുള്ളായിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത് അത് കുറച്ചൊന്ന് മൈൻഡ്ഫുള്ളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഈ ഒരു 10 ഓഫ് കപ്സ് പോലെ ഹാപ്പി എനർജി ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ചുറ്റും ഹാപ്പിനെസ് എവിടെയാണോ ഉള്ളത്, സന്തോഷം എവിടെയാണോ ഉള്ളത്, ബ്ലെസ്സിങ്സ് എവിടെയാണോ ഉള്ളത്, അതിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ, നിങ്ങളുടെ ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ചിലപ്പോൾ ഇത് ടെമ്പററി സിറ്റുവേഷൻ ആയിരിക്കാം. കുറച്ച് സമയത്തോട്ട് നിങ്ങളൊരു ലോ വൈബ്രേഷനിലോട്ട് പോകുന്നുണ്ടാകാം. അപ്പോൾ അത് തരണം ചെയ്യാനായിട്ട് നിങ്ങളുടെ നല്ല നല്ല മെമ്മറീസ് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാനായിട്ട്, ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, ഡെവിളിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും അഡിക്ഷൻസ്, എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മറികടക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് സ്പിരിച്വൽ ബ്ലെസ്സിങ് ആയിരിക്കാം. അതായത് നിങ്ങൾ ഒത്തിരി ഹീലിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒത്തിരി നിങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട്, നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഒത്തിരി പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു എൻലൈറ്റ്മെൻറ്റിൻ്റെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്യാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൻഡ്സിലും ഒത്തിരി പവർ കാണുന്നുണ്ട്, ഒത്തിരി സ്ട്രെങ്ത്ത് കാണുന്നുണ്ട്. ഓക്കെ, അതും നിങ്ങളെ ഈ ഒരു ദിവസം ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഒത്തിരി ഗൈഡ് ചെയ്യുന്നതാണ്. ഈ ഒരു എന്തെങ്കിലും ലാക്ക് മെൻറ്റാലിറ്റി, എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, സാഡ്നെസ്, അതിൽ നിന്നും കുറച്ചും കൂടെ ഫ്രീ ആകാനായിട്ട്, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ എന്തൂസിയാസമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് പവറാണ് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ ഒരു എനർജി നിങ്ങളെ മുന്നോട്ട് ഒത്തിരി സഞ്ചരിക്കാനായിട്ട്, ഒത്തിരി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് ഉണ്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ സൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ സൺഡേയുടെ എനർജി എന്താണ്. മാർച്ച് 2 പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ്. താങ്ക് യു. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ റിലേഷൻഷിപ്പിൽ ഇന്നത്തെ ദിവസം ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അച്ചീവ് ചെയ്യാനായിട്ട്, അത് നേടാനായിട്ടുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം കടന്നു വരുന്നുണ്ടാകാം. ഇവിടെ ഫൂളിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഒത്തിരി സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജി നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. ഇവിടെ സീക്രട്ട് ജോമെട്രിയുടെ എനർജി വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്പേസ് ആയിരിക്കാം, നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സ്പേസ് ആയിരിക്കാം. അത് നിങ്ങളെ ഒത്തിരി ഹീൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് എനർജി ആയിട്ടാണോ കണക്ട് ചെയ്യുന്നത്, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ എനർജി ആയിരിക്കാം, അതെല്ലാം നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ് മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. സണ്ണിൻ്റെ എനർജി. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആനിവേഴ്സറി ആയിരിക്കാം, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമായിരിക്കാം, അത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസ് നിങ്ങളുടെ ലൈഫിൽ അറ്റ് പ്രസൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സോറി പറയണമെങ്കിൽ സോറി പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോറി ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ പോസിറ്റിവിറ്റി, കുറച്ചും കൂടെ നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ള അബണ്ടൻസ്, പോസിറ്റീവ് എനർജിയിൽ നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബ്ലെസ്സിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ വരുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ 5 ഓഫ് സോഡ്സിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ള എനർജീസ് നിങ്ങളെ അനോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ, കുറച്ച് പേർക്ക് അവിടെ കുറച്ചൊരു ഫ്രീഡം ലഭിക്കുന്നുണ്ടാകാം. ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ചും കൂടെ ഫ്രീഡത്തോടു കൂടി തൻ്റെ എനർജി, തനിക്ക് എന്താണോ ചെയ്യാനായിട്ടുള്ളത് ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എഗെയിൻ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. തൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ സ്റ്റേബിളായിട്ട് ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ്, അല്ലെങ്കിൽ മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്, അവിടെ എന്തെങ്കിലുമൊക്കെ സ്റ്റെബിലിറ്റി, ബാലൻസ് കടന്നു വരുന്നതായിട്ട് കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 10 ഓഫ് വോൺസ് വന്നിട്ട് എത്രയൊക്കെ സിറ്റുവേഷൻ നിങ്ങളെ തളർത്തുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഒരു ന്യൂ ബിഗിനിങ്ങിലോട്ട് സഞ്ചരിക്കാനായിട്ടുള്ള പവർ, ആ ഒരു പൊട്ടൻഷ്യൽ ഇന്നത്തെ ദിവസം നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. എവിടെയൊക്കെ ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് മുന്നോട്ട് വരാനായിട്ട് നിങ്ങളുടെ ഇൻ്റലിജൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ, ഇൻറ്റ്യൂഷൻ വരുന്നുണ്ടാകാം. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ചാപ്റ്ററിലോട്ട്, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു പാത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആകുന്നതാണ്. ആ ഒരു പവർ, ആ ഒരു സപ്പോർട്ട് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളെ എൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് പേടിയുണ്ടാകില്ല. ധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നിട്ട് ഇറങ്ങി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അത് ഒരു ഹെൽപ്പായിട്ട് ഈ ഒരു ദിവസം നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് സോഡ്സിലും എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ്, എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയാസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി അത് നിങ്ങളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട്, തൻ്റെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു സമയത്ത് പാസ്റ്റിലെ ഈ ഒരു മെമ്മറി, ഈ ഒരു എനർജി കടന്നു വരുന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിളായിട്ട് നിർത്താനായിട്ടുള്ള, ഇവിടെ പറഞ്ഞ പോലെ തന്നെ അത് ബാലൻസ്ഡ് ആയിട്ട് നിർത്താനായിട്ടുള്ള കപ്പാസിറ്റി, കേപ്പബിലിറ്റി എൻ്റെ ഉള്ളിലുണ്ട്. കാരണം ഇമോഷൻസ് അല്ലെങ്കിൽ എൻ്റെ തോട്ട് പ്രോസസ്സ് എൻ്റെ കൺട്രോളിലാണുള്ളത്. അത് കുറച്ചും കൂടെ നിങ്ങൾ അവെയർ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ എനർജി സ്നാപ്പ് ചെയ്യാനായിട്ട്, പെട്ടെന്ന് പോസിറ്റീവായിട്ടുള്ള ഡയറക്ഷനിലോട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എത്ര സമയം കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ദിവസം. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ആണ്, റിലേഷൻഷിപ്പിലൊരു ബ്ലെസ്സിങ് ആണ്, എന്തെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. ഒൺലി തിങ് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ലവ്, റിലേഷൻഷിപ്പ്, പാസ്റ്റിലെ കാര്യങ്ങളായിരിക്കാം. അവിടെ കുറച്ചും കൂടെ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിൽ, ആത്മീയമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലെസ്സിങ്സിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്.
അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സൺഡേയുടെ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.